നമസ്കാരം, ഞാൻ ആശാ ശേഖർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. Powered by Fortune Industries, presented by Baba Easy English, in association with High Sleep Mattresses. മൂന്നാറിൽ മുന്നോട്ട്. മൂന്നാർ വിഷയത്തിൽ റവന്യൂ മന്ത്രി നിലപാട് വ്യക്തമാക്കിയതിനു പിന്നാലെ വിശദീകരണവുമായി കാനം രാജേന്ദ്രൻ. ഇ ചന്ദ്രശേഖരന്റെ പ്രസ്താവനയിൽ ആശയക്കുഴപ്പമില്ല, പാർട്ടിയിൽ തർക്കങ്ങളില്ല, എടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വിവാദക്കാർക്കാകില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തന്നെ ഉദ്ദേശിച്ചല്ലെന്നും വിവാദ വീരനെന്ന തൊപ്പി തനിക്ക് ചേരില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി. പ്രതികരണം: മൂന്നാർ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കണോ എന്ന കാര്യം താൻ തീരുമാനിക്കുമെന്ന ഇ ചന്ദ്രശേഖരൻ നിലപാട് വ്യക്തമാക്കിയതോടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹത്തിന്റെ നിലപാടെന്നും യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞത് രാവിലെ. അതേസമയം റവന്യൂ മന്ത്രിയെ മാറ്റണമെന്ന S രാജേന്ദ്രൻ MLA വാദം തള്ളി കോടിയേരി. ഇ ചന്ദ്രശേഖരനെ മാറ്റണമെന്നത് രാജേന്ദ്രന്റെ മാത്രം അഭിപ്രായം. CPM-ന് അത്തരത്തിലൊരു നിലപാടില്ല. മൂന്നാറിൽ യോഗം വിളിച്ചത് ഇടുക്കിയിലെ ഇടതുമുന്നണി നേതാക്കൾ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ. നയപരമായ കാര്യങ്ങളിൽ CPI-CPM തർക്കമില്ലെന്നും സംസ്ഥാന സെക്രട്ടറി. അക്രമത്തിൽ ഒഴിഞ്ഞുമാറി. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഒഴിഞ്ഞുമാറിയ അമ്മ. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ പൊട്ടിത്തെറിച്ച് താരങ്ങൾ. ദിലീപിനെ വേട്ടയാടാൻ അനുവദിക്കില്ലെന്ന് ഗണേഷ് കുമാറും അനാവശ്യ ചോദ്യങ്ങൾ വേണ്ടെന്ന് മുകേഷും. വിഷയം ആരും ഉന്നയിച്ചിട്ടില്ലെന്ന് ഇന്നസെന്റ്. ഇതിലും കലുഷമായ അവസ്ഥയിലൂടെ അമ്മ കടന്നുപോയിട്ടുണ്ടെന്ന് മോഹൻലാൽ. അമ്മയുടെ ഇടപെടലിൽ വീഴ്ചയുണ്ടായിട്ടില്ല. നടിക്കെതിരായ അക്രമത്തിൽ പൂർണ്ണ പിന്തുണ നൽകുന്നു. രണ്ടു താരങ്ങളും അമ്മയുടെ മക്കളെന്ന് ഗണേഷ് കുമാർ. സംഘടനയെ തകർക്കാനുള്ള ശ്രമം നടക്കില്ലെന്നും അമ്മ ഒറ്റക്കെട്ടാണെന്നും വിശദീകരണം. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പത്രസമ്മേളനത്തിൽ പ്രതികരിക്കാതെ സൂപ്പർ താരങ്ങൾ. നടിക്കെതിരായ അപകീർത്തി പരാമർശത്തിൽ യോഗത്തിൽ ഖേദം പ്രകടിപ്പിച്ചു ദിലീപ്. ചാനൽ ചർച്ചയിൽ താൻ സംസാരിച്ചതിനെ തെറ്റായി വ്യാഖ്യാനിച്ചു. തന്റെ വാക്കുകൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും താരം. വിശദീകരണം: അപകീർത്തി പരാമർശത്തിൽ ദിലീപിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം അമ്മായോഗത്തിൽ ചർച്ചയായില്ലെന്ന് റീമ കല്ലിങ്കൽ. സംഭവം ജനറൽ ബോഡിയിൽ ഉന്നയിച്ചു. സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ച് അമ്മ പിന്തുണ നൽകിയതായും വിശദീകരണം. കഴമ്പുണ്ടെന്ന് ലോകായുക്ത. ഡ്രഡ്ജർ അഴിമതിയിൽ DGP ജേക്കബ് തോമസിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ലോകായുക്ത. ഓഗസ്റ്റ് 1-ന് ജേക്കബ് തോമസ് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് നിർദ്ദേശം. IMG ഡയറക്ടർക്കെതിരായ ആരോപണം: 2011-12 കാലയളവിൽ തുറമുഖ ഡയറക്ടറായിരിക്കവേ ഡ്രഡ്ജറും മറ്റു ഉപകരണങ്ങളും വാങ്ങിയതിൽ ക്രമക്കേടെന്ന്. ആരോപണത്തിൽ ലോകായുക്ത വിശദ അന്വേഷണത്തിന് ഉത്തരവിട്ടത് പരാതിയിൽ കഴമ്പുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന്. അനധികൃത സ്വത്ത് കേസടക്കം ജേക്കബ് തോമസിനെതിരെ നേരത്തെ സമർപ്പിച്ച 3 പരാതികൾ കോടതി തള്ളി. ആക്രോശിച്ച് മോദി. ഗോസംരക്ഷണത്തിന്റെ പേരിൽ രാജ്യത്ത് RSS അക്രമം കൂടുതൽ രൂക്ഷമാകവേ വിഷയത്തിൽ ആദ്യ പരസ്യ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശുവിന്റെ പേരിൽ നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് പ്രഖ്യാപനം. പശുവിനെ സംരക്ഷിക്കേണ്ടത് മനുഷ്യനെ കൊന്നിട്ടല്ല. അക്രമങ്ങൾക്കെതിരെ പ്രവർത്തിച്ച മഹാത്മാഗാന്ധിയുടെ നാടാണ് ഇന്ത്യ. രാജ്യത്തിന്റെ നയം അക്രമരാഹിത്യമെന്നും പ്രധാനമന്ത്രി. വിശദീകരണം: സബർമതി ആശ്രമത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ഉദ്ഘാടന ചടങ്ങിൽ. അക്രമം ഒന്നിനും പരിഹാരമല്ല. ഗാന്ധിജിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നാം ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും മോദി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. Powered by Fortune Industries, presented by Baba Easy English, in association with High Sleep Mattresses. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.